നമസ്കാരം. അങ്ങനെ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വിധി എഴുതുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. അരയും തലയും മുറുക്കിയ മുന്നണികൾ സജീവമാണ്. സർക്കാർ വിരുദ്ധ വികാരത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന UDF-നെ LDF നേരിടുന്നത് പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിസ്സംഗതയെ ചോദ്യം ചെയ്താണ്. തുടരെയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ചില സീറ്റുകളെങ്കിലും മറിയും എന്ന് BJP കണക്കുകൂട്ടുന്നു. 40 നാൾ അകലെ നിൽക്കുന്ന ബൂത്തിലേക്ക് രാഷ്ട്രീയ കേരളം അടുക്കുമ്പോൾ എൻകൗണ്ടർ ഇന്ന് മുന്നണികളുടെ പ്രചാരണ തന്ത്രങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPI-ലെ ശ്രീ A. സമ്പത്ത്, കോൺഗ്രസിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP-യുടെ ശ്രീ B. ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NP ചെക്കുട്ടി എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ A. സമ്പത്ത്, ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രചാരണം കേന്ദ്രീകരിക്കപ്പെടുന്നത് തന്നെ കേരളത്തിലെ സർക്കാർ വിരുദ്ധ വികാരത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ അസാധാരണമായ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടെന്നാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു വികാരവും കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വികാരവും ചേർന്ന് വരുമ്പോൾ UDF-ന് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഒരു വൻ വിജയം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷ വയ്ക്കുന്നു. അങ്ങനെ ഒരു അവകാശവാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. CPIM എങ്ങനെയാണ് ഇതിനെ നേരിടുക? ഗോപികൃഷ്ണൻ, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പ് 18-ാം ലോക്സഭയിലേക്ക് ഈ ജനങ്ങളുടെ സഭ എന്ന ഹൗസ് ഓഫ് ദ പീപ്പിളിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ലോകത്തിൽ ഇത്രമാത്രം ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതും സമ്മതിദായകരെ പ്രതിനിധാനം ചെയ്യുന്നതുമായിട്ടുള്ള MP-മാർ ലോകത്തിലെ മറ്റൊരു രാഷ്ട്രത്തിലുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്നുള്ളത് വളരെ വലുതാണ്. നമ്മൾ ഈ ചർച്ചയെല്ലാം നടത്തുമ്പോഴും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഈ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനവും ഇവിടെ ഈ ജനങ്ങൾ ഇതിലുള്ള ഇടപെടലും ഈ വോട്ടിംഗ് അവരുടേതായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉണ്ട പാഠങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ വിധി എഴുതുന്നതും അതെല്ലാം രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് വിധി നിർണ്ണയിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് എല്ലാ ദിവസവും ഉറക്കമെഴുന്നേൽക്കുന്നത് തന്നെ അത്തരത്തിൽ സഖാവ് പിണറായി വിജയനെ ഏതെങ്കിലും അത്തരത്തിൽ അധിക്ഷേപിക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരിഹസിക്കാൻ, CPIM-നെ ആക്രമിക്കാൻ. അപ്പോൾ അത് BJP-യും കോൺഗ്രസും അത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. അവർ രണ്ടു കൂട്ടർക്കും ഇടതുപക്ഷത്തെ വകവരുത്തുക എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും അവരുടെ അജണ്ടയിലുള്ളതാണ്. അതങ്ങനെ തന്നെ തുടർന്നു കൊള്ളട്ടെ, അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തപ്പെട്ട സ്ഥാനാർത്ഥി വിജയിക്കുകയും അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളുടെ, ലോക്സഭാ അംഗങ്ങളുടെ പിന്തുണയുള്ള കക്ഷിയുടെ നേതാവ് അല്ലെങ്കിൽ വ്യക്തി എന്ന് വെച്ചോളൂ, അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്യും. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അത്തരത്തിൽ ഒരു വിജയം കൊയ്യാനായി കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ വിജയം കൊയ്യാൻ കഴിയും എന്ന് അവർ വ്യാമോഹിച്ചു കൊള്ളട്ടെ. ഞങ്ങൾക്കൊരു വിരോധവുമില്ല ആ വ്യാമോഹത്തിൽ. ഇവിടെ BJP-ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തെക്കാൾ വലിയൊരു സ്റ്റാർ ക്യാമ്പയിനറിനെ ഒരിടത്തും എത്തിക്കാനായിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ, ആ വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർക്കും അത്തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്താൻ അത് അവരുടേതായ സ്വാതന്ത്ര്യവും അധികാരവുമാണ്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ സംഭവിച്ചതുപോലുള്ളതല്ല ചിത്രം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച മുന്നേറ്റം നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, അവർ തുടരുന്നതായ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നയങ്ങൾക്കെതിരായി, ഈ രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷത അത് തച്ചു തകർക്കുന്നതിനെതിരായി, അഴിമതി വ്യവസ്ഥാപിതമാക്കുന്നതിനും അതിന് നിയമവിധേയമാക്കുന്നതിനും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പോലും കൊണ്ടുവരുന്നതിനുമെതിരായി, മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ക്രൂരമായ വേട്ടയാടലുകൾ നടത്തലും ആ വേട്ടയാടലുകൾക്ക് വല്ലാതെ അതിനെല്ലാം ആ വംശീയമായ വേട്ടയാടലുകൾക്ക് വിശുദ്ധി പകരാനുള്ള പരിശ്രമങ്ങൾക്കുമെല്ലാം എതിരായി, ഇന്ത്യയുടെ പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുകയും ഇന്ത്യയുടെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കുകയും സുപ്രീം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്വിഡ് പ്രോക്കോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്യുമ്പോൾ ജസ്റ്റ് ലൈക്ക് ലീഗലൈസിങ് ദ ലൂട്ട്, അങ്ങനെ ലെജിറ്റിമൈസിങ് ദ പ്ലണ്ടർ, ആ ഒരു അവസ്ഥയിലേക്ക് അതെല്ലാം പോകുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുക. അല്ല ശ്രീ സമ്പത്ത്, ഞാൻ ഒന്ന് ഇടപെടട്ടെ. നമ്മൾ ഈ കേരളത്തിന്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്
ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്, പോരാട്ടം നടക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് EP ജയരാജനെ പോലൊരാൾ BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളാണ് ഉള്ളതെന്നും പോരാട്ടം ആരൊക്കെ തമ്മിലാണെന്നും ഒക്കെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ കോൺഗ്രസിന് നേരെ ഉന്നയിക്കുന്ന ആക്ഷേപം, അവിടെ നിന്ന് ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, ആരും ഏത് സമയത്തും BJPയിലേക്ക് നാളെ ജയിച്ചു കഴിഞ്ഞാൽ കടന്നു കളയും എന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ തന്നെ ഇടതു പാളയത്തിൽ നിന്ന് EP ജയരാജനെ പോലൊരാൾ പറയുന്നു BJPക്ക് മികച്ച സ്ഥാനാർത്ഥിത്വമാണ് ഉള്ളത്, സ്ഥാനാർത്ഥികളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ CPM നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം, CPM-ന് ഒരു BJPയുമായി ഒരു രഹസ്യ ബാന്ധവമുണ്ട്, ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് CPM തയ്യാറാകുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ട് എന്നും അങ്ങനെ അസാധാരണമായ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ട് എന്ന് കോൺഗ്രസ് വിശ്വസിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്, BJP സ്ഥാനാർത്ഥിയെ പ്രകീർത്തിക്കുന്ന തരത്തിൽ ഇടതുപാളയത്തിൽ നിന്ന് തന്നെ ഒരാൾ പ്രതികരിക്കുന്നു, അവിടെ കോൺഗ്രസ് ആക്ഷേപിക്കുന്നു BJPയുമായി ഒരു കൂട്ടുകെട്ടുണ്ടെന്ന്. ഈ രണ്ട് പ്രചാരണങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എങ്ങനെ നേരിടുമെന്നാണ്? നോക്കൂ ഗോപികൃഷ്ണൻ, ഞാനൊരു ആരോപണ പ്രത്യാരോപണങ്ങൾക്കല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഇനിയുള്ള 40 ദിവസങ്ങളിൽ നമുക്ക് നല്ല വിധത്തിൽ ഇതെല്ലാം മൂപ്പിച്ച് നല്ല മൂച്ചിലത്തരത്തിലുള്ള ചർച്ചകൾ നടത്താം. BJPയുടെ ചങ്ങാതിമാർ അവർ പറയും, നിങ്ങൾ ഇവിടെ LDF-ഉം UDF-ഉം തമ്മിൽ നിങ്ങൾ ഭായി ആണ് എന്നുള്ളതിൽ. തിരിച്ച് കോൺഗ്രസ് പറയും, നിങ്ങളും BJPയും തമ്മിൽ ഭായി ആണ്. നിങ്ങളൊരു കാര്യം നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ ധീരമായ നിലപാടുകൾ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ കളിയാക്കിക്കോട്ടെ, പരിഹസിച്ചോട്ടെ, ഫൽസിച്ചോട്ടെ, ഒരു രണ്ട് കൂട്ടരും ഒരുമിച്ച് തന്നെ നിന്നുകൊള്ളട്ടെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ ഗോപികൃഷ്ണ, ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഞാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വേളയിൽ BJPയുടെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ UDF-ൻ്റെയും വക്താക്കൾ വന്നിരുന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, ഒരു നിരീക്ഷകനെ കൂടി ഇരുത്തിയാൽ പിന്നെ കാര്യങ്ങൾ പൂർത്തിയായി, എന്നെപ്പോലുള്ള ഒരാൾ ഇപ്പുറത്തും 3 പേരപ്പുറത്തും അത്തരത്തിലിരുന്നു കൊണ്ട് കൃത്യമായ അജണ്ട, അത് മാധ്യമങ്ങൾ തന്നെ പലരും സെറ്റ് ചെയ്തിട്ടുള്ളത് വെച്ച് അങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അന്ന് വിലയിരുത്തിയത് എങ്കിൽ ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന പല ആളുകളും ഒരു കാരണവശാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടില്ല. ഇങ്ങനെ 99 സീറ്റ് LDF-ന് അത് ലഭിച്ചിട്ടില്ല. വെറും 35 സീറ്റ് മാത്രം കിട്ടിയാൽ ഞങ്ങൾ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊരു പാർട്ടി, അതിൻ്റെ അധ്യക്ഷൻ ഇപ്പോഴും അതേ ആൾ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം അതുപോലും അങ്ങനെ ആരംഭിച്ചൊരു പാർട്ടിയുണ്ട്. എങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഒരു ശൈലിയുണ്ട്, ഐദർ പോച്ച് ഓർ സ്വാലോ എന്നുള്ളത്. അത് കേരളത്തിലും നടത്താമെന്ന് അവർ അത്തരത്തിൽ ആഗ്രഹിച്ചതാണ്, വ്യാമോഹിച്ചതാണ്. കേരളത്തിൽ മാത്രം അവർക്ക് നടത്താനായി കഴിഞ്ഞില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ, ഇവിടെ ഇന്ത്യയിൽ ഒരു ബദലുണ്ട് എന്നുള്ളത് കാട്ടിക്കൊടുക്കാൻ, അത് നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ഈ സമയച്ചുരുക്കം കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയാത്തത്. ഇവിടെ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രക്ഷോഭം പോലും, കേരളം അത്തരത്തിലുള്ളൊരു പ്രക്ഷോഭം നടത്തുമ്പോൾ ആ പ്രക്ഷോഭത്തെ അപഹസിക്കുന്നവരായിട്ടുള്ളവർ തൊട്ട് തലേ ദിവസം അങ്ങനെ കർണാടകത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാരും വന്ന അത്തരത്തിൽ പ്രക്ഷോഭം നടത്തുമ്പോൾ അവിടേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള നിലപാടെടുത്ത ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം, സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 131 അനുസരിച്ച് അത്തരത്തിൽ കേസ് കൊടുത്ത ആദ്യത്തെ സംസ്ഥാനം. ഇന്ന് 200ഓളം റിട്ട് പെറ്റീഷനുകളോടെ പെൻഡിംഗ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. റിട്ട് പെറ്റീഷനുകൾ ആർട്ടിക്കിൾ 32 അനുസരിച്ച് പലരും കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ NPR-ഉമായും NCR-ഉമായും ബന്ധപ്പെടുത്തിയാണ് CAA എന്നുള്ള കാര്യത്തിൽ. ഇതിൽ കോൺഗ്രസ് ഒളിച്ചു കളിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പോകേണ്ടതായിട്ടില്ല. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യൂണിയൻ ആഭ്യന്തര സഹമന്ത്രിയായിരിക്കുന്ന കാലത്ത് ലോക്സഭയിൽ നൽകിയിട്ടുള്ള മറുപടി അത് ഗോപികൃഷ്ണൻ്റെ കയ്യിലും ഉണ്ടാവും. അതൊന്ന് പരിശോധിച്ചാൽ തന്നെ കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെയായിരിക്കണമല്ലോ LDF-ഉമായി വേദി പങ്കിട്ട് സംയുക്തമായ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷ നേതാവടക്കം വരികയും അത്തരത്തിൽ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് രക്സാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ അങ്ങനെ ഒരു പുതിയ പോരാട്ടത്തിൻ്റെ പോർമുഖം തുറക്കുകയും ചെയ്ത് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അന്നത്തെ KPCC പ്രസിഡന്റ് എല്ലാവരെയും തിരിച്ചു വരിക അങ്ങനെ വിളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്? ഇവിടെ ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷം, ഇപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്, ഇടതുപക്ഷം മുമ്പ് 1ാം UPA സർക്കാരിന് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പിന്തുണ നൽകിയിരുന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും എല്ലാം അത്തരത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞത്. ശരി, നമ്മുടെ രാജ്യത്തിന്റെ അധികാര വികേന്ദ്രീകരണമാണ് വേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യം. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ശ്രീയെ സംബന്ധിക്കുകയാണ്. ഇനി ഞാൻ മറ്റു അതിഥികളിലേക്ക് പോയ ശേഷം ഞാൻ ഉറപ്പായും താങ്കളിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വൻ വിജയം ഉണ്ടാക്കി തന്നതിന് പിന്നിൽ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ എന്നതുണ്ടായിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കുമല്ലോ. പക്ഷെ ഇത്തവണ കോൺഗ്രസിന്റെ രണ്ട് ഭാഗത്തു നിന്നും ഈ രണ്ട് വിഭാഗങ്ങളെയും അടർത്തിയെടുക്കാൻ പാകത്തിലുള്ള ആക്രമണം കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്, അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ
എങ്ങനെ ഒപ്പം നിർത്താം എന്നതിലേക്കാണ്. അതിന് അദ്ദേഹം കുറേ അധികം സംഭവങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അതിൻ്റെ പല സാഹചര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. 2, കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ്. അവിടെയാണ് മുഖ്യമന്ത്രി 8 ചോദ്യങ്ങൾ ഈ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനോട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇതുവരെ പ്രതികരിക്കാത്തതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ പോലൊരാൾ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്നത് എന്ന് തുടങ്ങി ഈ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ നിസ്സംഗത സംബന്ധിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രി 8 ചോദ്യങ്ങളായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അടർത്തിയെടുക്കാനുള്ള നീക്കം, മറുഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ആത്മാർത്ഥതയും ഇല്ല, അല്ലെങ്കിൽ ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള CPM-ന്റെ ആക്രമണം. കോൺഗ്രസ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? പ്രസക്തമായ 2 ചോദ്യങ്ങളാണ്. കൃത്യമായ മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ ശ്രീ എ സമ്പത്ത് നിർത്തിയിടത്തു നിന്ന് തുടങ്ങാനാണ് എനിക്ക് ആഗ്രഹം. ഒരു കണ്ടിന്യൂറ്റി വേണമല്ലോ, ഒരു ഫ്ലോ വേണമല്ലോ. അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഞങ്ങൾ 1ാം UPA സർക്കാരിനെ പിന്തുണച്ചതിൻ്റെ ഭാഗമായിട്ട് കുറേ നേട്ടങ്ങളുണ്ടായത്. 1ാം UPA സർക്കാരിൻ്റെ കാലത്തും 2ാം UPA സർക്കാരിൻ്റെ കാലത്തും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി മാത്രമല്ല, ഏറ്റവും അവസാനം റൈറ്റ് ഫോർ ഫുഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ 10 വർഷവും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ചില വീഴ്ചകളും നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ 89-ൽ BJP 2 MPമാരുണ്ടായിരുന്ന BJPയെ 84-ൽ MPമാരിലേക്ക് എത്തിക്കാൻ സഹായിക്കത്തക്ക രീതിയിൽ നിങ്ങളും VP-സിയും ചേർന്നുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധത മൂലം BJPയെ പിന്തുണച്ചതും BJPയുടെ കൂടെ ചേർന്നതും താങ്കൾക്ക് അറിയാമോ? അത് എന്താണ് സാന്ദർഭികമായി ഈ അവസരത്തിലെങ്കിലും ഓർക്കാതെ പോയത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായി ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം പറയട്ടെ. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ പ്രധാനമന്ത്രി തുടരെയായി ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുന്നു. ഇന്നലെയും പത്തനംതിട്ടയിൽ വന്നിരുന്നു, നേരത്തെ തൃശ്ശൂരിൽ വന്നു, എറണാകുളത്ത് വന്നിരുന്നു. അദ്ദേഹം വരട്ടെ, ഇനിയും വരട്ടെ. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ വന്ന് പ്രചാരണം ഇഷ്ടംപോലെ നടത്തട്ടെ. അദ്ദേഹം പ്രചാരണം നടത്തുന്നതോറും ഈ സംസ്ഥാനത്ത് UDF-ന്റെ വിജയം മെച്ചപ്പെട്ടതാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യവും ഏറ്റവും അവസാനം സ്റ്റാർ ക്യാമ്പയിനറായി അദ്ദേഹം തിരുവനന്തപുരത്ത് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ വന്ന് പ്രചാരണം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പക്ഷേ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം കൂടുകയാണ് ഉണ്ടായത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇനി തൃശ്ശൂരിലേക്കും അദ്ദേഹം പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ പോയപ്പോഴും ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വോട്ട് സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ BJPയുടെ വോട്ട് 15% നിന്ന് 22% എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വോട്ട് ഷെയർ അവിടെയും കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ താങ്കൾ ചോദിച്ചത് അദ്ദേഹം ഇവിടെ വന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു, അദ്ദേഹം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായി സംസാരിക്കുന്നു, BJPയുടെ ടാർഗറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ മറുപടിയേ ഉള്ളൂ ഗോപികൃഷ്ണൻ. മണിപ്പൂരിൽ കലാപമുണ്ടായിട്ട് ഒരു ദിവസം പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് എന്ന് ക്രിസ്തീയ സമൂഹം തിരിച്ച് വോട്ടിംഗ് ദിവസം അത് വോട്ടിങ്ങിലൂടെ തന്നെ തിരിച്ചു ചോദിക്കും. മണിപ്പൂരിലെ ആ വർഗീയ കലാപത്തിൽ ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കാതെ ആ സംസ്ഥാനത്തൊന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ ആ ചെയ്തിയോട്, അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്ത പ്രധാനമന്ത്രിയുടെ ചെയ്തിയോട് ഈ ക്രിസ്തീയ സമൂഹം ഒത്തുപോകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അവർ അതിന് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകും. ഒരു തർക്കവും വേണ്ട. ഇനി നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പറയുന്നത് പോലെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകൾ ഈ ചർച്ചയിൽ വരുന്നവർക്ക് പലർക്കും കൊടുക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ അത് ആ ക്യാപ്സ്യൂൾ രൂപത്തിൽ കണ്ണൂർ ലോബി ക്യാപ്സ്യൂളാക്കി മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയല്ലേ? ഇപ്പോൾ സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിനെതിരായിട്ട് ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം ചോദിച്ചാൽ നമ്മൾ കൃത്യമായ മറുപടി പറയും. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ പറയില്ലെന്നല്ല, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു നിലവാരമുണ്ടാകണം. അതിൻ്റെ ഉത്തരവുമായി കമ്പയർ ചെയ്യണം. നാളെ എന്ത് ഉത്തരവാണ് വരാൻ പോകുന്നതെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടാകണം. CAA-യുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നേതൃത്വം പ്രതികരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ പേര് ഞാൻ താങ്കളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ശ്രീ ജയറാം രമേശ്. അദ്ദേഹം വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുകയും അതിനെ സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. 4.5 വർഷം കാത്തിരുന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് CAA കൊണ്ടുവരുന്നത്, ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നതാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ കാതലായ ഭാഗം. അതിന്റെ കാതൽ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല CAA എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണോ അല്ലയോ? ഞാൻ അതിലേക്ക് വരുന്നേ. നിങ്ങൾ ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനോട് ചോദിച്ചാണെന്നേ.
ഇതേ ഗോപികൃഷ്ണൻ തന്നെ ഇതേപോലെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ശബരിമല വിഷയത്തിൽ നിങ്ങൾക്കതൊരു വിഷയമാണോ? അന്ന് ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇതിലെല്ലാം കൃത്യമായ മറുപടി കേട്ടുള്ളൂ. ഞാനിതിലേക്ക് വരാം. ഇനി താങ്കൾ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു ചോദ്യം എന്താണ്? ഭാരത് ജോഡോ യാത്രയിൽ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. പൗരത്വ നിയമ ഭേദഗതി CAA വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് എന്താ പറയുന്നത്, പൗരത്വത്തിന് വേണ്ടി മതം ഒരു മാനദണ്ഡമാക്കുന്നതിനെതിരായിട്ടാണ് നമ്മൾ പൗരത്വ നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരുന്ന മുദ്രാവാക്യം? ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും വർഗീയതയും സൃഷ്ടിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന BJPക്കെതിരായി, സംഘപരിവാർ ശക്തികൾക്കെതിരായി അദ്ദേഹം നടത്തുന്ന പോരാട്ടമാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ AC റൂമിൽ നിന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. അദ്ദേഹം തെരുവിലൂടെ നടക്കുകയാണ്. അദ്ദേഹം കന്യാകുമാരി മുതൽ നമ്മുടെ കാശ്മീരം വരെ നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ലേ? അപ്പോൾ CAAയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാട് അത് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണ്? പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് 2019 പ്രക്ഷോഭം നടക്കുമ്പോൾ ഡിസംബർ മാസത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്നാണ്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച പൗരത്വ ഈ CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് എത്രയോ റിപ്പോർട്ടുകൾ ഡിസംബറിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ കോപ്പി വേണമെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാം. ഞാനിപ്പോ അതിനകത്ത് താങ്കൾ ഈ ഓരോ ചോദ്യവും എടുക്കണമെന്നില്ല. ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പൊ NIA ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയത് കോൺഗ്രസും BJPയും ഒരുമിച്ചായിരുന്നില്ലേ? ന്യൂനപക്ഷ സമൂഹങ്ങളെ ലക്ഷ്യമിടുന്ന ഈ നിയമ ഭേദഗതിക്കെതിരെ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്തത് CPM MP മാത്രമാണെന്നത് നിഷേധിക്കാനാകുമോ? ആ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ബാക്കി ഭാഗങ്ങൾ താങ്കൾ വിശദീകരിച്ചല്ലോ. NIA നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹി കലാപത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഡൽഹിയിലെ കലാപവുമായി ബന്ധപ്പെട്ട് CA വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും AIPയുമാണ് ഗൂഢാലോചന നടത്തിയിട്ടുള്ളതെന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള BJP നേതാക്കന്മാരാണെന്നേ. കേരളത്തിലെ UDF നേതാക്കന്മാർ ഉൾപ്പെടെ ഷഹീൻ ബാഗിൽ പോയിട്ടുണ്ട്. ഏതായാലും താങ്കൾ ചോദിച്ചതിലേക്ക് വരാം. NIA ഭേദഗതി, NIA നിയമം കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ 2008 UPA സർക്കാരാണ്, തർക്കമില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ശക്തമായി വിയോജിക്കുകയും, പക്ഷേ ആ ഭേദഗതിയോട് യോജിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ആ ഭേദഗതിയിലൂടെ നിങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയമായോ മതപരമായോ മുതലെടുപ്പിന് ശ്രമിച്ചാൽ ഞങ്ങൾ അതിൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴും തിരിച്ച് ഞാൻ ഇതേ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്, അലനെയും താഹയെയും ജയിലിലിട്ടത് ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ്? ഒരു ചെറിയ പുസ്തകം കയ്യിൽ വെച്ചിരുന്നു എന്നതിന്റെ പേരിൽ അലനെയും താഹയും ജയിലിൽ എത്ര ദിവസം ഇട്ടിരുന്നു? ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് വരാൻ? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അലനും താഹയും ഓർമ്മയുണ്ടോ? ആ അലന്റെയും താഹയുടെയും മാതാപിതാക്കൾ പൊതുസമൂഹത്തോട് സംസാരിച്ചത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അവരുടെ പേരിലുള്ള കുറ്റം? ഏത് വകുപ്പ് ചുമർത്തിയാണ് നിങ്ങൾ അകത്തിട്ടത്? UAPA. ആ UAPയെ സംബന്ധിച്ച് CPMന് ഞങ്ങൾക്ക് ഇങ്ങനെ ഘോരഘോരം സംസാരിച്ചാൽ മാത്രം പോരാ ശ്രീ സമ്പത്ത്. അത് പ്രാബല്യത്തിൽ വരുമ്പോൾ ആ നിയമം നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് കൂടിയാൽ ഇടതുപക്ഷ സർക്കാരല്ലേ? ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിൽ അൽ താഹിക്കുമെതിരെ എന്തിനായിരുന്നു UAPയെ ചുമത്തിയത്? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ നിയമം പാസ്സാകുമ്പോൾ, അതിന്റെ അമെന്റ്മെന്റ് പാസ്സാകുമ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന നിബന്ധനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ. ശരി, ഞാൻ ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ശ്രീ B ഗോപാലകൃഷ്ണനോട്, CAA കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാണോ? കോൺഗ്രസിനെ സംബന്ധിച്ചല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും CAA ഒരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള എല്ലാ വിഷയങ്ങളും നോക്കൂ. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള കലോത്സവവുമായി ബന്ധപ്പെട്ട വിഷയം മുതൽ, പൂക്കോട്ട് കോളേജിൽ നടന്നിട്ടുള്ള വിഷയം മുതൽ, AI ക്യാമറയിലെ അഴിമതി മുതൽ, K4ലെ അഴിമതി മുതൽ, കൊലപാതക രാഷ്ട്രീയം മുതൽ, മാസപ്പടി മുതൽ, സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും വന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ എല്ലാം തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തന്നെയാണ്. തർക്കമുണ്ടോ താങ്കൾക്ക്? ഞാൻ വരാം ശ്രീ B ഗോപാലകൃഷ്ണൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് മുഖ്യ പ്രധാനപ്പെട്ട, അതായത് ഞാൻ ചോദിച്ചതേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിനെ പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ടാണ് ഈ വിഷയത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM അവതരിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ഈ CAAയുടെ കാര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കുന്ന തരത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി കൊണ്ടുവരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ ജനറൽ ഇഷ്യൂസും നമ്മൾ എടുക്കും എന്ന് പറയുന്നത് സ്പെസിഫിക് അല്ലല്ലോ. അല്ലല്ല, സ്പെസിഫിക് ആയി പറയാം. നോക്കൂ, താങ്കൾ എനിക്ക് അടുത്ത റൗണ്ട് സമയം കുറിച്ചുള്ളൂ. CAAയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്തുള്ള നിലപാടുകൾ എന്തൊക്കെയാണ്? CAA വന്നപ്പോൾ ഈ സംസ്ഥാന നിയമസഭയിൽ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. ഒന്നിച്ച് പ്രക്ഷോഭം നടത്തണമെന്ന് ആവശ്യപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്.
ഞങ്ങളത് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഗവർണർക്കെതിരായി ഗവർണറും ആ പ്രമേയത്തെ തള്ളിക്കൊണ്ട് പരസ്യമായ പ്രസ്താവനയുമായി വന്നപ്പോൾ ഗവർണറെ ഇംപീച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. എന്തായിരുന്നു ഞങ്ങളുടെ നിലപാട്? അന്ന് എന്തായിരുന്നു LDFന്റെ നിലപാട്? മാത്രമല്ല കേസുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞു. കേസ് പിൻവലിച്ചതിനെ കുറിച്ച് ഇപ്പോഴും ചർച്ച നടക്കുക. നമുക്കറിയാം, വിഴിഞ്ഞം കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇന്നലെ പിൻവലിച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴും CAA ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്ത LDF ആണ്. ഇവിടെ വീണ്ടും CAA ചട്ടം വന്നിരിക്കുന്നു. അപ്പോഴും ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ ഞങ്ങളുടെ നിലപാട് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമമായാലും അതിന്റെ ചട്ടമായാലും തലനാരിര കീറി പരിശോധിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്ന. ശരി ബി ഗോപാലകൃഷ്ണൻ, പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ 2 അക്ക സീറ്റ് വിജയം BJPക്ക് ഉണ്ടാകും, NDAക്ക് ഉണ്ടാകുമെന്ന്. ഈ കണക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നതാണല്ലോ. എന്താണ് അതിന്റെ അടിസ്ഥാനം? ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഇവിടെ സംസാരിച്ചവരും താങ്കളും സംസാരിച്ചതിനെ പറ്റിയിട്ട് ഒന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾ ചാമക്കാലയോട് ചോദിക്കുമ്പം ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടു. അതായത് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ ബാധിക്കുന്ന CAA വിഷയത്തിൽ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ല, ഇന്ത്യയിലെ ഒരാൾക്കും ബാധിക്കാത്ത വിഷയമാണ് CAA. പിന്നെ എന്തിനാണ് താങ്കളെപ്പോലത്തെ ഒരാൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമുക്കൊരു ചർച്ച നടത്താൻ വേണ്ടി കളവായ കാര്യം പറയാൻ പാടില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും നല്ലൊരു പത്രമാധ്യമ പ്രവർത്തകനാണ് താങ്കൾ എന്ന അഭിമാനപൂർവ്വം താങ്കളെക്കുറിച്ച് പറയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വിഷമമുണ്ട് താങ്കളുടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ. ഞാൻ കേട്ട സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ ബാധിക്കുന്ന CAA വിഷയം എന്ന് താങ്കൾ പറഞ്ഞത് തീരെ ശരിയായില്ല. കേരളത്തിലെയല്ല, ഇന്ത്യയിൽ ആരെയും ബാധിക്കാത്ത വിഷയമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. താങ്കൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ശേഷം, ഞാൻ സംസാരിച്ചതിന് ശേഷം താങ്കളത് പറഞ്ഞാൽ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചാമക്കാല പറഞ്ഞതാണ്. എൻ്റെ ചാമക്കാലെ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൊല്ലം കുറേ ആയാലും മണിപ്പൂർ എന്ന് പറയുന്നത്. ചാമക്കാലെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് മണിപ്പൂരിൽ കലാപം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഈ മണിപ്പൂർ കലാപം ഇന്നലെ ഉണ്ടായതുപോലെയാണല്ലോ. മണിപ്പൂരിലെ കലാപം ക്രിസ്ത്യാനികളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. അവിടെ നാഗാലാൻഡിലെ ക്രിസ്ത്യാനികളും മണിപ്പൂരിൽ താമസിക്കുന്നുണ്ട്. ക്രൈസ്തവരും തമ്മിൽ അവിടെ കലാപം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുക്കളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു വംശജരായിട്ടുള്ള ഒരു വിഭാഗം ട്രൈബാണ് കേന്ദ്രമന്ത്രിയുടെ വീട് ആക്രമിച്ചത്. ഹിന്ദുക്കൾ തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ വീട് ആക്രമിച്ചത്. ഞാൻ എന്നാ സമയത്ത് കേന്ദ്രമന്ത്രിയുടെ കൂടെ തൃശ്ശൂർ അങ്കമാലിയിലും ചാലക്കുടിയിലും ഉണ്ടായിരുന്നു. ആരാണ് ആക്രമിച്ചതെന്നുള്ളത് വളരെ മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട രണ്ടാമത്തെ മെയ്ത്തി വിഭാഗക്കാരാണ് ആക്രമിച്ചത്. മെയ്ത്തി വിഭാഗത്തിൻ്റെ ഉള്ളിൽ ഉള്ള വിഭാഗങ്ങളാണ് ആക്രമിച്ചത്. അവിടെ നടക്കുന്നത് ട്രൈബൽ ഫൈറ്റാണെന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും അറിയാം. താങ്കൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ, എനിക്ക് വിരോധമില്ല, അത് പറഞ്ഞോളൂ, നിങ്ങൾ രാഷ്ട്രീയമാണ് പറഞ്ഞോളൂ. പക്ഷെ പണ്ടത്തെ കാലമല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വിരൽത്തുമ്പിൽ വിവരങ്ങൾ കിട്ടുന്ന ഒരു കാലമാണ്. ഈ കാലത്ത് വന്നിരുന്ന മണിപ്പൂരിൽ മിണ്ടിയില്ല. അതേസമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുക, കുന്തിരിക്കവായിട്ട് പാലയിലെ ബിഷപ്പിൻ്റെ അരമനയിലേക്ക് പോയി ഒരു കൂട്ടർ, അന്ന് ചാമക്കാല എവിടെയായിരുന്നു? VD സതീശൻ എവിടെയായിരുന്നു? രമേശ് ചെന്നിത്തല എവിടെയായിരുന്നു? നിങ്ങൾ മിണ്ടിയില്ലല്ലോ. എന്നാൽ അതേ സമയത്ത് ലഹരി ജിഹാദിൻ്റെ പേര് പറഞ്ഞ കല്ലറക്കാട് ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്നും നിങ്ങൾ വാദിച്ചില്ലേ? ഇപ്പം പൂഞ്ഞാറിൽ ഒരു അരമനയിലെ ഒരു പള്ളിയുടെ മുമ്പിൽ ഇട്ടിട്ട് 10-17 ചെറുപ്പക്കാർ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട്, മുസ്ലിം ചെറുപ്പക്കാർ, NDFൻ്റെ ചെറുപ്പക്കാർ, തീവ്രവാദികളായ ചെറുപ്പക്കാർ, അവർ വന്നിരുന്നിട്ട് ആ പള്ളിയിലച്ഛനെ അടിച്ച് വീഴ്ത്തി അയാളുടെ നെഞ്ചിലൂടെ മോട്ടോർ സൈക്കിൾ ഓടിച്ച് കയറ്റിയപ്പോൾ ഈ കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ലല്ലോ. അതെന്ത് പറ്റി? അത് നേരെ ഇപ്പോൾ ഒരു BJPക്കാരനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഇവിടെ ആ കലാപമായനല്ലോ. നിങ്ങൾ മണിപ്പൂരിൻ്റെ വിഷയം പറയുമ്പോൾ നിങ്ങൾ ഈ പൂഞ്ഞാറിലെ വിഷയത്തെപ്പറ്റി നിങ്ങളെന്താ മിണ്ടാതിരുന്നത്? നിങ്ങളതുകൊണ്ട് ചർച്ച ചെയ്തില്ല. നമ്മളത് ആലോചിക്കണ്ടേ? മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇവർ രണ്ടുപേരും നടത്തുന്ന സമരം അല്ലെങ്കിൽ രണ്ടുപേരും നടത്തുന്ന വാദം ഒരു തരം പൊറോട്ട് നാടകമല്ലേ, ചക്രത്തി പോരാട്ടമല്ലേ? ഈ എന്താ പറയുക, ഈ തെരുവ് നാടകം കളിക്കാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വരും. അവർ വരുന്ന സമയത്ത് ഒരാൾ നരേന്ദ്രമോദിയും ഒരാൾ രാഹുൽ ഗാന്ധിയും ആയിട്ടാണ് വരിക, അല്ലെങ്കിൽ ഒരാൾ പിണറായി വിജയനും വേറൊരാൾ VD സതീശനും ഒക്കെ ആയിട്ടാണ് വരിക. വന്നു കഴിഞ്ഞാൽ അവർ നാടകമൊക്കെ കളിച്ചിട്ട് അതേ വണ്ടിയിൽ ചായയും കുടിച്ച് പോകും. അതേപോലത്തെ പരിപാടിയല്ലേ നിങ്ങളിവിടെ ഒരുമിച്ചിരുന്ന് ഫൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ നാടകം കളിച്ച് ഈ നാട്ടുകാരെ പറ്റിച്ചിട്ട് നേരെ ചായയും കുടിച്ചിട്ട് ഡൽഹി പോകുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി, ഇപ്പോൾ ഇടതുപക്ഷത്തോട് ഞാൻ ചോദിക്കാം, സമ്പത്തിന് നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി ഉണ്ടോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മത്സരിക്കണം സാർ? നിങ്ങൾ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കാനല്ലേ?
നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി സ്ഥാനം, ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനമാണ്. എങ്ങനെയാണ് 4 സീറ്റുള്ള നിങ്ങൾക്ക് പ്രധാനമന്ത്രി? നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രം നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന ചിന്തയാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഓട്ടശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. അല്ലാണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ സക്രിയമായിട്ട് എന്തെങ്കിലും നടത്താനല്ല. നിങ്ങൾ 2 കൂട്ടരും അവിടെ ചെന്ന് ജയിച്ചാൽ നരേന്ദ്രമോദിയുടെ മുഖത്തേക്ക് കടലാസെറിയാനാണ് പോകുന്നത്. അങ്ങനെ കടലാസെറിയാനും കൂക്കി വിളിക്കാനും കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ യുവാക്കൾ ഇനി ആരെങ്കിലും തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ തൽക്കാലം ഇപ്രാവശ്യത്തെ 2024 തെരഞ്ഞെടുപ്പ്, 2029 ആകുമ്പോൾ നമുക്കപ്പോൾ പറയാം. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഇന്ന് വരെ ഇറങ്ങിയ എല്ലാ സർവേകളും BJPക്ക് അനുകൂലമായി വരുന്നു. ആദ്യം 350 പറഞ്ഞു, 370 പറഞ്ഞു, ഇപ്പം 411 സീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും പറയും ഇന്ത്യ ആര് ഭരിക്കുമെന്ന് ചോദിച്ചാൽ ഇന്ത്യ മോദി ഭരിക്കും എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്. ഇവിടെ ആര് ജയിക്കണമെന്ന് പറഞ്ഞാൽ ഈ നാടിന് നന്മയുണ്ടാവണമെങ്കിൽ, ഇപ്പം തൃശ്ശൂരിലാണെങ്കിൽ ഞാൻ തൃശ്ശൂർക്കാരോട് പറയും ഈ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി വരണമെങ്കിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്യണം. ഞാൻ തിരുവനന്തപുരത്തുകാരോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും തിരുവനന്തപുരത്ത് അനന്തപുരിക്ക് ഒരു കേന്ദ്രമന്ത്രി വേണമെങ്കിൽ നിങ്ങൾ 15 വർഷം വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലേ? എന്തുണ്ടായിന്ന്? തെക്കും വടക്കും നടക്കല്ലേ, അല്ലാണ്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ എന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊട്ടത്തളങ്ങളിൽ അടങ്ങിക്കിടക്കും. ഈ കോൺഗ്രസ്സുകാരുടെ ഈ മുങ്ങുന്ന കപ്പലിൽ കിടക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് ഇന്നലെ പത്മജ പറഞ്ഞത്, എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഘടകകക്ഷികളിലെ ആരും ചർച്ച ചെയ്യാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലെ വരിക. കരുണാകരൻ സപ്തതി മന്ദിരത്തിലോ കരുണാകരൻ്റെ വീടിൻ്റെ മുമ്പിലോ വന്നിരുന്ന ഘടകകക്ഷികൾ ചർച്ച ചെയ്യും. ഇന്ന് ഘടകകക്ഷികൾ ചർച്ച ചെയ്യാൻ പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിലോ ഘടകകക്ഷികളുടെ വീട്ടിലോ പോയിരിക്കുന്ന ഗതികേടാണ്. കോൺഗ്രസിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു കേരളത്തിൽ. അതിൻ്റെ ആണിക്കല്ല് ഉണ്ടായിരുന്ന 2 പേരായിരുന്നു ആന്റണി കരുണാകരനും. ആ 2 കുടുംബത്തിൽ വിള്ളൽ വന്ന് ആ കുടുംബത്തിൽ നിന്ന് BJPയിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ കാലങ്ങളായിട്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ പോയിട്ട് ഞാൻ വോട്ട് ചോദിച്ചു. വോട്ട് ചോദിച്ചപ്പോൾ ആ വീട്ടുകാരനോട് പറഞ്ഞത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും, കാരണം പത്മജ മാറി, പിന്നെ ഞങ്ങൾ ഇതിനെ മാറാതിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ചിന്ത. കാരണം മാറാത്തവർ BJPക്ക് വോട്ട് ചെയ്യില്ല, BJP ജയിക്കരുത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ നാട്ടിലെ സത്ചിന്തയുള്ള ആളുകൾ, നല്ലൊരു ഗവൺമെൻറ് ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഒരു വികസനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മലയാളികൾ ഉണ്ടെങ്കിൽ ആ മലയാളികൾ BJPക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് ആ മലയാളികൾ BJPക്ക് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും 2 അക്കത്തിലേക്ക്, പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ, 2 അക്കത്തിലേക്ക് നമ്മുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് 2 അക്കത്തിലേക്ക് സീറ്റ് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അത് അഭ്യർത്ഥിക്കണ്ടേ? നിങ്ങളിപ്പോൾ ഇവിടുത്തെ സമ്പത്തിനോട് നിങ്ങൾ എത്ര സ്ഥലത്താണ് ജയിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ സമ്പത്ത് പറയില്ലേ 20 സ്ഥലത്തും ഞങ്ങൾ ജയിക്കുമെന്ന്. അതല്ല രാഷ്ട്രീയം. അപ്പോൾ 2 അക്കത്തിലേക്ക് ജയിപ്പിക്കാൻ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ സഹായിക്കണം. അതിനുവേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറയാനുള്ള കടമ അദ്ദേഹത്തിനുണ്ട്, യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദിയുണ്ടെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം ഉണ്ടാവണമെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും 10 പൈസ പോലും ഇല്ലാതെ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം, കോർപ്പറേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് സ്വന്തം മക്കളെ വിദേശത്ത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി മേടിച്ചു കൊടുക്കുന്ന ഇടതുപക്ഷം, അതാണ് ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം. ഈ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടാത്ത മുങ്ങുന്ന കപ്പലാണ് കോൺഗ്രസ്. അപ്പോൾ ഇവരുടെക്കൊക്കെ വോട്ട് ചെയ്തിട്ട് ഈ കുട്ടികൾ, അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് ഒന്നും കിട്ടില്ല. കേരളം കടക്കണിയിലാണ്, കരഞ്ഞു നടക്കുക. ഞങ്ങൾക്ക് 10 രൂപ തരണേ. KSRTC ജീവനക്കാർക്ക് പട്ടിണിയാ. അവിടെ പോയിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചോദിക്കാൻ പറ്റുമോ? ഇന്ന് റേഷൻ കടയിൽ പൊരിവെയിലത്ത് റേഷൻ കടയിൽ പോയി നിന്ന ആളുകൾ തിരിച്ചുപോയി. കാരണം എന്താ? വിതരണക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. വലിയ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രമസമാധാന നില. SFI എന്ന് പറയുന്ന ഒരു കൂട്ടം കാബാലികർ, SFI എന്ന് പറയുന്ന IS കൂട്ടർ, ഈ എന്താ പറയുക, ഇത്രയേറെ ക്രൂരത ചെയ്യുന്ന ഒരു മനുഷ്യനെ പട്ടാപ്പകൽ തല്ലിക്കൊല്ലുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യൻ്റെ ആ ഒരു വികാരം ഉൾക്കൊള്ളാത്ത ആളുകൾ ഈ നാട്ടിലുണ്ടോ? ഇപ്പോൾ ഷാജിയുടെ നമുക്കറിയാം, PN ഷാജി, അയാൾ സ്വയം ആത്മഹത്യ ചെയ്തതല്ല, മാനസിക പീഡനത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇന്നലത്തെ വെളിപ്പെടുത്തൽ. നിങ്ങളടക്കം അത് പറഞ്ഞില്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുക. എന്നിട്ട് പറയാം ഞങ്ങൾ വലിയ നിലപാടുള്ള ആളുകളാണ്, ഞങ്ങളിവിടെ മാറ്റിമറിക്കും, നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടം ചെയ്യാൻ പറ്റില്ല എന്റെ സമ്പത്തെ. ചെക്കുട്ടിയിലേക്ക് പോകട്ടെ ശ്രീ B ഗോപാലകൃഷ്ണൻ. അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. താങ്കൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണ്. അവിടെ
ഈ രാജ്യത്തെ പൗരാവകാശത്തിന് മതം അടിസ്ഥാനമാക്കുന്നതിലെ ആശങ്ക ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് താങ്കൾക്കറിയാമല്ലോ. അത് ഈ ഭരണഘടന ഉറപ്പു തരുന്ന തുല്യാവകാശത്തെ അത് ഇല്ലാതാക്കുമെന്ന ആശങ്കയുണ്ടാകുമെന്ന് താങ്കൾക്കറിയാമല്ലോ. ഗുരുതരമായ രാഷ്ട്രീയ സാമൂഹികമായ വിഭജനത്തിന് അത് വഴിവെച്ചേക്കുമെന്ന ആശങ്കയുണ്ടാകുമെന്ന് താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച് അവർ ഉയർത്തുന്ന ആശങ്ക പ്രധാനമായും താങ്കൾ പറയുന്നത് പോലെ ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ നേരിട്ടെങ്ങനെ ബാധിക്കുമെന്നതല്ല. താങ്കൾ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞല്ലോ, അതേ രാഷ്ട്രീയ കാഴ്ചപ്പാടിലാണ് അവരിൽ ആശങ്കയുണ്ടായിരിക്കുന്നത്. ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി BJP സ്വരുക്കൂട്ടിയെടുക്കുന്ന ആയുധങ്ങളിൽ ഒന്ന് എന്ന രാഷ്ട്രീയമായ ആരോപണം BJP നേരിടുന്നത് പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കൂടിയാണ് ശ്രീ B. ഗോപാലകൃഷ്ണൻ. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞപ്പോൾ ഈ വിഷയം ഞാൻ ആ നിലയ്ക്ക് അവതരിപ്പിച്ചത്. ഇനി താങ്കൾക്ക് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്കും വരാം. ഒരു മിനിറ്റ്. ശ്രീ NP ചെക്കുട്ടിയിലേക്ക് പോയ ശേഷം ദയവായി അദ്ദേഹം ഒരു അരമണിക്കൂറായാലും ഞാൻ അദ്ദേഹത്തിലേക്ക് പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ NP ചെക്കുട്ടി, ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഇടതുപക്ഷം പ്രധാനമായും അവരുടെ ഒരു പ്രധാന ആയുധമായി കോൺഗ്രസിനെതിരെ CAA ഉയർത്തിക്കൊണ്ടുവരുന്നു. അതേസമയം തന്നെ ഇടതു മുന്നണിയിൽ നിന്ന് EP ജയരാജനെ പോലൊരാൾ പറയുന്നു BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളാണുള്ളത് എന്ന്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് തിരുത്തേണ്ടി വരുന്നു. ഇവിടെ പോരാട്ടം UDFും LDFും തന്നെയാണെന്ന്. UDF ആകട്ടെ അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം പിണറായി വിജയൻ സർക്കാരിനെതിരെയാണ്. ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഈ അവസരത്തിൽ കേരളത്തിൽ കഴിയുമോ എന്ന് അവരും നോക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ NP ചെക്കുട്ടി? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള കടുത്ത ഭീതികൾ, ആശങ്കകൾ അവരുടെ ഏറ്റവും മനസ്സിന് മുമ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവരുന്ന കുറെ കൂടി തീവ്രമായിട്ടുള്ള ഹിന്ദുത്വ സമീപനങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ്. അത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങൾക്കകത്ത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ സമുദായത്തിനകത്ത് തന്നെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലും യഥാർത്ഥത്തിൽ ഈ ആശങ്ക ബാധിക്കുന്നുണ്ട്. കാരണം ഇത് കൂടുതലായിട്ട് ഹിന്ദുത്വ സവർണ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് വരികയാണ്. അത് ഈ പാർലമെൻറ്റിൽ നടത്തിയ ചെങ്കോല് അതുപോലുള്ള ഏർപ്പാടുകൾ, അത് കഴിഞ്ഞിട്ട് രാമക്ഷേത്രത്തിൻ്റെ അവിടെ കാണിച്ചിരിക്കുന്ന അഭ്യാസങ്ങൾ, ഇതെല്ലാം പ്രധാനമന്ത്രിയും അതുപോലെയുള്ള മന്ത്രിസഭയിലെ അംഗങ്ങളും രാഷ്ട്രീയ കക്ഷികളും ചേർന്നുകൊണ്ട് രാജ്യത്തെ ഒരു തികഞ്ഞ ഹിന്ദുത്വവാദ സവർണ ഹിന്ദുത്വത്തിൻ്റെ ഒരു മേഖലയാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളെ ആ നിലയിൽ മാറ്റിമറിക്കുന്നു. അത് ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ഇത്തരത്തിലുള്ള സവർണതയുടെ രാഷ്ട്രീയം, സവർണതയുടെ പീഡനം അനുഭവിച്ച എല്ലാ വിഭാഗങ്ങളെയും അത് ആശങ്കാകുലരാക്കുന്നുണ്ട്. അവർ അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിൽ ശരി, ഇതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ പ്രശ്നം, കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ കേരള സർക്കാരിനെ കുറിച്ചുള്ള കടുത്ത ആശങ്കയും ഭീതിയും ജനങ്ങൾക്കിടയിലുണ്ട്. ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു സുരക്ഷിതത്വം പോകുന്ന അനുഭവപ്പെടുക? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ അരക്ഷിതമായ ഒരു അവസ്ഥയുണ്ട്, അക്രമാസക്തമായ ഒരു അവസ്ഥയുണ്ട്. അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയാത്ത വിധം വളരെയേറെ ജനങ്ങൾക്കിടയിൽ ഉത്കണ്ഠയുണ്ട്. ഈ രണ്ട് ഉത്കണ്ഠകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദമായിട്ട് രാഷ്ട്രീയ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന വിഭാഗം ഏത്, ഏറ്റവും ശക്തമായിട്ട് ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന കൂട്ടരാര്, ഏറ്റവും ശക്തമായിട്ടുള്ള ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന വിഭാഗമാര്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അതൊക്കെ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മോദിയുടെ ഗ്യാരണ്ടി, അദ്ദേഹം എന്തൊക്കെയോ ഗ്യാരണ്ടികൾ വിളിച്ച് പറയുന്നുണ്ട്. ആ ഗ്യാരണ്ടി 10 വർഷം കൊണ്ട് അദ്ദേഹം തരേണ്ടതായിരുന്നു. ആ ഗ്യാരണ്ടീൻ്റെ ഗുണം നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഈ ആശങ്കയും മറ്റെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് UDFന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇപ്പം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അർത്ഥം UDF പൂർണ്ണമായിട്ടും 20 സീറ്റും പിടിച്ചിട്ട് 19 സീറ്റ് അവർ പിടിച്ചിട്ടുള്ളതാണ്. പക്ഷേ 19 സീറ്റിൽ ഒരു പക്ഷേ കുറേ സീറ്റുകൾക്ക് അവർക്ക് നഷ്ടപ്പെട്ടാൽ പോലും വളരെ സബ്സ്റ്റാൻഷ്യലായിട്ട് UDFന് അനുകൂലമായിട്ട് തന്നെയാണ് ഇപ്പോൾ അന്തരീക്ഷം നിലനിൽക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ CAA ഒരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് എത്താനുള്ള സാധ്യതകൾ ഒരു കണക്കുകൂട്ടലായി CPM ക്യാമ്പിലുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ ക്യാമ്പിലുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളാണ് UDF വോട്ട് പിൻബലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അവിടെ
ഈ നരേന്ദ്രമോദി വന്ന് നിരന്തരം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മറ്റ് ചില സാമുദായിക സാഹചര്യങ്ങളൊക്കെ ഉണ്ട് മധ്യ കേരളത്തിലൊക്കെ താങ്കൾക്കറിയാമല്ലോ, അവരും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരു കണക്കുകൂട്ടലുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കെ UDF ഒരു മികച്ച വിജയം താങ്കൾ ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അതിനൊന്നാമത്തെ കാര്യം ക്രൈസ്തവരുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ LDFിൻ്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ മനോഭാവം എന്താണ്? യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ UDFിനെതിരായിട്ട് ഉള്ള ഒരു മനോഭാവം വ്യാപകമായി വളർന്നു വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്, കുറേ ആളുകളൊക്കെ പോയിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രൈസ്തവർ പൊതുവിൽ അവരുടെ രാഷ്ട്രീയ സമീപനത്തിൽ BJP വിരുദ്ധവും കേരളത്തിലെ LDFന് CPM വിരുദ്ധവുമായ സമീപനം തന്നെ തുടരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സബ്സ്റ്റാൻഷ്യൽ ക്രിസ്ത്യൻ വോട്ടും അവരുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ചെയ്യപ്പെടും. രണ്ടാമത്തെ കാര്യം മുസ്ലിങ്ങളുടെയാണ്. അതെനിക്ക് കുറച്ചുകൂടി ഉറപ്പായിട്ട് പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ CAA വിരുദ്ധമായിട്ടുള്ള സമീപനം, CAAക്കെതിരായിട്ട് പോരാട്ടം, അത് കേരളത്തിലെ 2-3 MP വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുമോ? അതിനെന്താ അർത്ഥമാണുള്ളത്? കേരളത്തിലെ CPMന് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൈവശമുള്ള 2 MP കൊണ്ട് ഡൽഹിയിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ CAA കാര്യത്തിൽ കർശനമായി നിലപാടെടുക്കണമെങ്കിൽ, അതിനകത്തൊരു പരിഹാരം കാണണമെങ്കിൽ, അത് യഥാർത്ഥത്തിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കോൺഗ്രസും UPയും അധികാരത്തിൽ വന്നാൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് രാഷ്ട്രീയ പരിഹാരം നൽകാൻ ശേഷിയുള്ള, അത് തയ്യാറുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്താണോ അതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന കൂട്ടരോടാണ്, ആരോടാണ് ജനങ്ങൾക്ക് പ്രതിപത്തി ഉണ്ടാവുക? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ UPA അല്ലാതെ മറ്റൊരാൾക്കൊണ്ടും അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലാതെ അവർക്ക് ബോധ്യമുണ്ട്. നാട്ടിൽ കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അതറിയാം. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ എ സമ്പത്ത്, ഞാൻ താങ്കളിലേക്കാണ് തിരിച്ചു വരിക. ഇവിടെ ശ്രീ NP ചേക്കുട്ടി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട വേളയിൽ ഉണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തെന്ന നിലയിൽ ആ വികാരം, വോട്ടർമാരുടെ വികാരം പ്രതിഫലിക്കപ്പെടും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള പ്രതികരണം എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം. 41-ാം നാൾ ഈ ബാലറ്റിലേക്ക് അല്ലെങ്കിൽ കേരളം ഈ ബൂത്തുകളിലേക്ക് അടുക്കുമ്പോൾ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എ സമ്പത്ത്, ഇനിയൊരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, താങ്കൾക്ക് പറയാം. ഇവിടെ ശ്രീ NP ചേക്കുട്ടിയുടെ അഭിപ്രായത്തിൽ ഒരു കോമൺ സെൻസ് ഇല്ലാത്തവനും, അപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റെ ഭാഷയിൽ ഒരു മണ്ണാങ്കട്ടയുമായി നടക്കുന്ന ഒരാളിൻ്റെയും മറുപടിയായി കരുതുന്നുവെങ്കിൽ കരുതിക്കൊള്ളുക. അവർ രണ്ടുപേരും പറഞ്ഞതിൽ ഒരുപാട് സാമുദായികമായ ഈ വരികൾ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു കാരണവശാലും ജാതീയമായി, വംശീയമായി, സാമുദായികമായല്ല ഇത്തരം കാര്യങ്ങൾ ഒരു മതനിരപേക്ഷമായ കാഴ്ചപ്പാടോടുകൂടി മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് വേണ്ടിയുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ആര് തെറ്റ് ചെയ്താലും, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാലും അവരുടെ ഭാഗത്തു നിന്ന് വന്നാലും, തെറ്റുകൾ തന്നെയാണ്, തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, അപലപനീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതിനെ അല്ലാതെ ന്യായീകരിക്കേണ്ടതില്ല. നിരീക്ഷകനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറച്ചു വെക്കേണ്ടതുമില്ല. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇത് US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പല്ലല്ലോ ഇവിടെ നടക്കുന്നത്. പ്രസിഡൻറ്റിനെ US തിരഞ്ഞെടുക്കാനായി ബൈഡനാണോ അല്ല ഇനി ട്രംപാണോ എന്നുള്ള നിലയിലേക്ക്, ഇലക്ട്രൽ കോളേജുകളുടെ കാര്യത്തിൽ ദ വിന്നർ ടേക്സ് ഓൾ എന്നുള്ള നിലയിലേക്ക് അല്ലല്ലോ. പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്, അല്ലേ? പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് 1977 ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായി അന്ന് ഈ പ്രതിപക്ഷങ്ങളെല്ലാം ഒരുമിച്ചാണോ നിന്നത്? അല്ലല്ലോ. അമിതാധികാര വാഴ്ചയ്ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടമെല്ലാം നടക്കുമ്പോഴേക്കും അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ടുഡേയുടെ ജയപ്രകാശ് നാരായണൻ്റെ ചിത്രമാണല്ലോ ഇതിലുള്ളത്. അന്ന് പ്രതിപക്ഷത്തെ എല്ലാം യോജിപ്പിച്ച് നിർത്താനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴും ഒരു മണ്ഡലത്തിൽ ഒരു പൊതു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നുള്ള മുദ്രാവാക്യവും പ്രചണ്ഡമായ പ്രചരണവും അന്ന് ഇതുപോലുള്ള സർവേകളല്ലെങ്കിലും അന്ന് പത്രങ്ങളെല്ലാം എഴുതി, പഴയ മലയാള പത്രങ്ങൾ, ഗോപികൃഷ്ണനൊക്കെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ, ഞാനന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥി,
പക്ഷേ അന്ന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ വിധി എഴുതിയത് അന്നത്തെ ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി ആരാ ഉയർത്തി കാണിച്ചത്? ആരും ഉയർത്തി കാണിച്ചില്ലല്ലോ. കാണിച്ചോ? ഇല്ലല്ലോ. ശരി, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 1984 ശ്രീമതി ഗാന്ധിയുടെ വധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ദാരുണമായ വധം, പിന്നീട് ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം 89-ൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രചണ്ഡമായി ഇന്നത്തെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് പോലെയും അത്തരത്തിൽ പ്രൊഫഷണൽ ഏജൻസികൾ ഇടപെടുന്നത് അന്ന് അങ്ങനെയാണ്. മാധ്യമങ്ങളെ വിലക്കെടുക്കേണ്ടതായിട്ടുള്ളൊരു ഇടപെടൽ അന്ന് ആരംഭിച്ചു തുടങ്ങിയതും പണത്തിൻ്റെ സ്വാധീനം വല്ലാതെ വന്നു തുടങ്ങിയതും ആ 89-ലാണ്. 89-ൽ അത്തരത്തിലൊരു കാര്യം വരുമ്പോഴത്തേക്ക് പ്രതിപക്ഷത്ത് നിന്ന് ആരായിരുന്നു അങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അങ്ങനെ വി പി സിംഗ് പ്രധാനമന്ത്രിയാകും എന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നോ നേരത്തെ? ഇല്ലല്ലോ. ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് ആരൊക്കെ കൂടി അട്ടിമറിച്ചത്? ഒരു ഭാഗത്ത് ബി ജെ പിയും മറുഭാഗത്ത് കോൺഗ്രസും ഇതിനകത്ത് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്നല്ലേ അട്ടിമറിച്ചത്? ശരി, അതിനുശേഷം 1996 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ തുടരുമെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല. 96 ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായിരുന്നു? ഇപ്പോൾ ദേവഗൗഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്ന് അദ്ദേഹം പോലും വിശ്വസിച്ചിരുന്നില്ലല്ലോ. കർണാടകത്തിൽ നിന്ന് അദ്ദേഹം വരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ദേവഗൗഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവായിരുന്നത് കൊണ്ടാണോ അങ്ങനെ പ്രധാനമന്ത്രിയായത്? അല്ല, അതിനുശേഷം ഐ.കെ. ഗുജറാൾ പ്രധാനമന്ത്രിയായത് അങ്ങനെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രിയായത് അവിടെ കൊണ്ടും തീരുന്നില്ലല്ലോ. നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഈ നാൾ വഴികൾ നമ്മൾ എടുത്തിങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് 1ാം UPയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചാണോ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത്? അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു? BJP അല്ലായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അന്ന് 1ാം UPA സർക്കാർ ആ വിധത്തിൽ അധികാരത്തിൽ വന്നത്? ഇവിടെ എന്താണെന്ന് വെച്ചാൽ BJP ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷി, ഒറ്റ തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു പാർട്ടിയുടെ കീഴിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുക, ഒരു കേന്ദ്രീകൃത ഭരണകൂടം ഉണ്ടാക്കുക, ഇന്ത്യയുടെ ഫെഡറൽ സത്ത പൂർണ്ണമായി തകർക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്നുള്ളതിനെ അംഗീകരിക്കാൻ പോലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതിൽ കേരളം എടുക്കുന്ന നിലപാടുകളെ ഇകഴ്ത്തി കാണിക്കാൻ പലപ്പോഴും വർത്തമാനം പറയുമ്പോൾ മതനിരപേക്ഷവാദികളാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇടതുപക്ഷം അത് ചെയ്തത് ഈ കാര്യത്തിൽ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ അവിടെ എല്ലാം ഓരോ ചുണ്ണാമ്പ് പാഷാണം തയ്ക്കുന്ന പലരുമുണ്ട്. CAA-ക്കെതിരായിട്ടുള്ള നിലപാട് ആദ്യം എടുത്തത് എവിടെയാണ്? കേരളത്തിലാണ്. അങ്ങനെ കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയത് ശരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ സംയുക്തമായി പ്രക്ഷോഭം നടത്തിയത് ശരി, സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ കേസ് കൊടുത്തത് ശരി, ആ കേസുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെൻറ് അവിടെ നൽകിയ അഫിഡാവിറ്റിൽ പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ റൂൾസ് ഒന്നും ഫ്രെയിം ചെയ്തിട്ടില്ല, ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. 2022 ഒടുവിലാണ് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ പോസ്റ്റിംഗ് നടന്നത്. അതിനുശേഷം പിന്നെ 2 കൊല്ലമായി ഇതെടുത്തിട്ടില്ല. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ പ്രഖ്യാപിക്കാനായി ഇരിക്കുന്നു എന്നുള്ളത്. എപ്പോഴാണ് ഈ പറയുന്നത് ഇങ്ങനെ CAA നടപ്പാക്കും, അതിൻ്റെ ചട്ടങ്ങളെല്ലാം ഫ്രെയിം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞത്? എപ്പോഴാണ് പറഞ്ഞത്? കരണക്കുറ്റിക്ക് അടികിട്ടിയതുപോലെ ഇലക്ട്രൽ ബോണ്ട് കേസിൽ അത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഇതിനേക്കാൾ വലിയ പരാമർശങ്ങളൊന്നും ഉണ്ടാവാനില്ല. അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ളൊരു ബെഞ്ചിൽ നിന്ന് അതിനെല്ലാം ന്യായീകരിക്കാൻ BJP-ക്കാർ വല്ലാതെ ഈ വെപ്രാളപ്പെടുകയുണ്ടായി. യു ഷുഡ് അപ്രീഷിയേറ്റ് എസ് എന്നൊക്കെയാണ് അവർ ചിലർ പറഞ്ഞത്. ബിൽക്കിസ് ബാനു കേസിൽ ഒരു സ്ത്രീ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഗോപികൃഷ്ണൻ, നമ്മളിപ്പോൾ ഇതിൽ 5 പേര് നമ്മൾ പുരുഷന്മാരാണ്, ഒരു സ്ത്രീയും ഇതിൽ പങ്കെടുക്കുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ നമ്മളെല്ലാവരും ഏതെങ്കിലും അമ്മമാർ നൊന്ത് പറ്റതാണല്ലോ. കൊലപാതകത്തെക്കാൾ നിന്ദ്യമായ ഹീനമായ കുറ്റകൃത്യമാണല്ലോ ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങളിലും മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ബലാത്സംഗം എന്നുള്ളത്, കൂട്ടബലാത്സംഗം എന്നുള്ളത്. ഒരു സ്ത്രീ അവരുടേതായിട്ടുള്ള വ്യക്തിത്വം അവർ തുറന്നു പറയുന്നു. അതിജീവിത എന്നോ നിർഭയ എന്നോ ഒന്നും അല്ല, അവർ തന്നെ പറയുന്നു. ഇവിടെ ഈ പോരാട്ടത്തിൽ സുഭാഷിണിയാലെ അടക്കമുള്ളവർ നടത്തിയതായിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പോരാട്ടത്തിൽ പങ്കുവഹിച്ചത് ഇത് ഈ കുറ്റവാളികളെ ഒരു ഗവൺമെൻറ് തുറന്നു സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ തിരിച്ച് അവർ ജയിലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ BJP നേതാക്കൾ എന്താ പറഞ്ഞത്? ആരായിരുന്നു അവരെല്ലാം സ്വീകരിച്ച് ആനയിച്ചു കൊണ്ട് നടന്നത് ഈ പറയുന്ന കുറ്റവാളികളെ? നിങ്ങൾ നോക്കൂ, ഇതിനു മുമ്പ് ഡൽഹിയിലെല്ലാം ഇടിച്ചു നിരത്തൽ അവിടെയെല്ലാം നടത്തിയല്ലോ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഒരു മെല്ലിച്ച സ്ത്രീ ഒറ്റയ്ക്ക് വന്നിട്ട്, ഇല്ലേ, ബൃന്ദാക്കാരാട്ടിനെ ഓർമ്മയില്ലല്ലേ? ചെക്കുട്ടിക്കൊന്നും ഒട്ടും ഓർമ്മ കാണില്ല ബൃന്ദാക്കാരാട്ടിനെ. അവിടെ വന്ന് ആ ബുൾഡോസറിൻ്റെ മുമ്പിൽ നിൽക്കാനായി ആരാ വന്ന് നിന്നത്? ഒരു സ്ത്രീ, ഒരു ചെറിയ സ്ത്രീ, ഇല്ലേ, ഒറ്റയ്ക്ക്. ആ ഒറ്റയാൾ പോരാട്ടമൊന്നും ഇങ്ങനെ പലരും കണ്ടില്ല എന്ന് വരും. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇത്തരം കാര്യത്തിൽ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ആ കേസിൻ്റെ ആ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ അവസാനം നിന്നു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ ഭത്സിക്കുക, ആക്രമിക്കുക. അറിയണം ഗോപികൃഷ്ണൻ, കോവിഡ് കാലത്ത് നമ്മുടെ രാജ്യത്ത് നിങ്ങളും ഞാനും അടക്കമുള്ള ജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ എടുത്തപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ആരുടെയും ചിത്രമില്ല. നമ്മുടെ കുട്ടികളുടെ ചിത്രം SSLC ബുക്കിലുണ്ടാവും, ഇല്ലേ? നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ ഗൃഹനായികയുടെ പടവും പേരും ഉണ്ടാവും, ഇല്ലേ? ഈ ഇലക്ട്രൽ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വോട്ടർമാരുടെ പട്ടിക, അതെടുക്കുക, നിങ്ങളുടെ, എൻ്റെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഉണ്ടാവും. ലോകത്തിലെ ഒരു രാഷ്ട്രത്തിൽ മാത്രം അവിടെ
ഇങ്ങനെ ഒരു അല്പത്തരം കാണിക്കുകയും ആ അല്പത്തരം കാണിച്ചിട്ട് ഇതിനെല്ലാം ഇത് എന്താ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വന്നത് 900 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഒരൊറ്റ വർഷക്കാലം ഇന്ത്യയിലെ 30 ഫാർമ കമ്പനികൾ അങ്ങനെ നൽകിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാമാരി ഇത്തരത്തിൽ കീശയിലേക്ക് കാശ് വീഴ്ത്തുന്നതിന് വേണ്ടി ഫാർമ കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്വിഡ് പ്രോ കോ ആയി അത്തരത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത്? ഇതിനെല്ലാം നിയമനിർമ്മാണം വഴി ഇതെല്ലാം അടച്ചുപൂട്ടുക എന്നുള്ളതല്ലേ? സുപ്രീം കോടതിയിൽ ഇങ്ങനെ പോകാതിരുന്നുവെങ്കിൽ, സുപ്രീം കോടതി കേസ് കേൾക്കാതിരുന്നെങ്കിൽ, ഇത്തരത്തിലൊരു വിധിന്യായം വരാതിരുന്നെങ്കിൽ, ഇപ്പോഴും ഈ ചർച്ച നടക്കുമ്പോഴും ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൂർണ്ണമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. എന്ത് നൽകിയിട്ടില്ല? ഇത് ആര് വാങ്ങിച്ചു എന്ന് പറയുമ്പോഴും എല്ലാം 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബോണ്ടുകളാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ഈ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ബെയറർ ബോണ്ടാണ്. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് എൻകാഷ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതൊക്കെ മറച്ചു വെക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത്. BJP യുടെ MLA ഗുജറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടേണ്ട കമ്മീഷൻ കൃത്യമായി അത് കിട്ടണമെന്നുള്ളതിൻ്റെ. ഞാൻ ആ BJP MLA യുടെ പേരൊന്നും പറയുന്നില്ല, ഇപ്പം തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. ചുരുക്കത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കൽ, എന്നിട്ട് ഈ പറയുന്ന പോലെ വികസനത്തിൻ്റെ എല്ലാ പരിപ്രേക്ഷ്യവും ഞങ്ങൾക്ക് മുമ്പ് ശൂന്യതയും ഞങ്ങൾക്ക് ശേഷം പ്രളയവും, ഇതെല്ലാ വികസനവും ഞങ്ങളുടേതാണ്, എല്ലാം ഞങ്ങളുടേതാണ്. ഞങ്ങൾക്ക് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ശേഷമില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശരി ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒരു ഭാഗത്ത് മോദി ഗ്യാരണ്ടി, നിങ്ങൾ മോദിയെ നേരിടുമ്പോൾ BJPക്ക് ഒരു മോദി ഗ്യാരണ്ടി, മറുഭാഗത്ത് ഈ സർക്കാർ ഇപ്പോൾ CAA പോലെയുള്ള വിഷയങ്ങൾ, ഞാൻ പറഞ്ഞു ഇടതുപക്ഷം CAA പോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നു. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവർ കൊണ്ടുവരാൻ പോകുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം നാളെ ഇവരൊക്കെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ KPCC അധ്യക്ഷനടക്കം BJPയിലേക്ക് പോകില്ല എന്ന് ആര് കണ്ടു എന്നവർ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അത് ലീഡർ K കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJP ക്യാമ്പിൽ എത്തുക മാത്രമല്ല, നാളെ K മുരളീധരനും ഇവിടേക്ക് വരേണ്ടി വരുമെന്ന് പറയുകയാണ്. ഒപ്പമുള്ളവർ കുളിപ്പിച്ച് കിടത്തും എന്നാണ് പത്മജ പറഞ്ഞത്. മാത്രമല്ല വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അന്ന് തന്നെ കരുണാകരൻ ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു, അദ്ദേഹം ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു. അതുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസിനെ പിരിച്ചുവിടേണ്ട സമയമായി, പകരം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നേതൃനിരയിലേക്ക് വരുമെന്നൊക്കെ അന്നേ അദ്ദേഹം കണ്ടിരുന്നു എന്നൊക്കെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് മേലൊരു അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇടതുപക്ഷം കടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും? പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി ഇപ്പോൾ പറയുന്നു. അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ കേരളീയ സമൂഹത്തെ കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അവർ ഈ പാർട്ടിയിൽ നിന്നുള്ള എല്ലാ സൗഭാഗ്യവും അനുഭവിച്ചതിന് ശേഷം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റിലായാലും അസംബ്ലിയിലായാലും അവർ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മത്സരിച്ച് തോറ്റ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ എല്ലാ സ്ഥാനവും നൽകിയതിന് ശേഷവും അവർ പുറത്തുപോയി പാർട്ടിയെ പുലഭ്യം പറയുകയും പാർട്ടി നയങ്ങൾക്കെതിരായി സംസാരിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോട് പുച്ഛിച്ച് തള്ളും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് നോക്കൂ, ഇവിടെ NP ചേക്കുട്ടി വളരെ കൃത്യമായി പറഞ്ഞപ്പോൾ ശ്രീ സമ്പത്ത് പറയുന്നത് അത് മണ്ണാങ്കട്ടയോട് പറയുന്നു. മണ്ണാങ്കട്ടയായാലും കൊള്ളാം, കുന്തവും കുടച്ചക്രവും ആയാലും കൊള്ളാം, ഇവിടെ വസ്തുതകളായി കേരളീയ സമൂഹത്തിൽ നിൽക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞു CAA മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി ഈ 6 മതങ്ങളെ മാത്രം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ മുസ്ലിം സമുദായത്തെ മാത്രം ഒഴിവാക്കിയത് എന്തിന് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഇപ്പോഴും മറുപടിയില്ലല്ലോ. പിന്നെ ഇന്ത്യയിൽ ആരെയും ബാധിക്കാത്ത വിഷയമാണ് CAA എന്ന് പറയുമെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു നിയമം കൊണ്ടുവന്നത്? ഇന്ത്യയിൽ ആരെയും ബാധിക്കത്തില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ പുതിയൊരു നിയമം കൊണ്ടുവന്നത്? ആ നിയമം കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ ചട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി 4 വർഷം എടുത്തതിന്, തെരഞ്ഞെടുപ്പിന് തലേ ദിവസം കൊണ്ടുവന്നതിന്, അത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ മണിപ്പൂർ, ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രയും ദാരുണമായ ഒരു സംഭവം മണിപ്പൂരിൽ ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ ആ സ്ഥലം സന്ദർശിക്കാതിരുന്നത് യുക്തിസഹമായി നമുക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം അത് എന്തുകൊണ്ടാണ് അവിടെ പോകാതിരുന്നത്? അങ്ങനെ പോകാതിരിക്കുന്ന ഒരാൾ ഈ ക്രിസ്ത്യൻ മേഖലയിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കൂ എന്ന് പറയുന്നത് എത്രത്തോളം ലോജിക്കലാണ് എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ ബോധ്യപ്പെടും. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു MBA, ഞാൻ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട് എന്നൊരു വാചകം കൂടി അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുള്ളത് കൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഒരു BJP MP പോലും ജയിക്കാത്തത്. താങ്കൾ ഇത്രയും ഘോര സംസാരിക്കുമ്പോൾ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ നിന്നൊരു BJP MPയെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഇപ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞ വാചകത്തെ അദ്ദേഹം ഏറ്റുപിടിക്കുന്നില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിൽ നിന്നും 2 അക്ക നമ്പർ MPമാരെ ജയിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജയിപ്പിക്കണമെന്ന് പറഞ്ഞു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ മുൻകൂട്ടി തന്നെ ആ തോൽവി അവിടെ സമ്മതിക്കുകയാണ്. ഞാൻ ഒരു വാദഗതിക്ക് വേണ്ടി, ഗോപാലകൃഷ്ണൻ പറയുന്നത് തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണൻ, നമുക്ക് തമ്മിൽ ഒരു ബെറ്റ് വയ്ക്കാം, വെറും 1000 രൂപ. അവിടെ സുരേഷ് ഗോപി തോൽക്കില്ല എന്ന് ഞാനിപ്പോൾ നമ്മുടെ ഗോപികൃഷ്ണൻ സാക്ഷിയാക്കി പറയുന്നു. താങ്കൾ ഈ പന്തയത്തിലേക്ക് പങ്കെടുക്കാൻ തയ്യാറുണ്ടോ? ഒരു കാരണവശാലും അവിടെ സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പണം വെച്ച് നമ്മൾ എന്തായാലും പന്തയം വെക്കേണ്ട. വേണ്ട,
ഏതായാലും പണം വെച്ച് പന്തയം വെക്കാൻ ദയവായി താങ്കൾ എന്റെ ചർച്ചയെ പണം വെച്ച് പന്തയം വെക്കാൻ എന്തായാലും എന്റെ നിയമപരമായി അത് അനുവദിക്കപ്പെടുന്നില്ല. ഇനി ആങ്കർ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത്, ആങ്കർ ഇടപെടുന്നു. വേണ്ട 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 അല്ല 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 ആങ്കർ ഇടപെട്ടോളൂ. എങ്കിലൊക്കെ നമുക്ക് വിചാരിക്കാം ഒരു പ്ലേറ്റ് പെറോട്ടയും ബീഫും ആകാം. ബീഫ് സുരേന്ദ്രൻ സമ്മതിക്കുമെങ്കിൽ നമുക്ക് പെറോട്ടയും ബീഫും ആക്കാം. നമുക്ക് ഒരു പ്ലേറ്റിന് വേണ്ടി നമുക്കൊരു പന്തയം ഏതായാലും അവിടെ നിൽക്കട്ടെ. അത് തമാശയായി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് 475 സീറ്റ്, നിങ്ങൾ 545 സീറ്റും ജയിക്കും തന്നെ പറഞ്ഞോളൂ. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. 2004 നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന കാര്യം താങ്കൾ മറക്കരുത്. ഇനി കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ കുറെ കാലമായി നിങ്ങൾ ഈ കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടന്നല്ലോ. നിങ്ങളൊരു MP ഒന്ന് ജയിപ്പിച്ച് കാണിക്കുന്നേ. ഇപ്പോഴും നിങ്ങൾക്ക് എവിടെ ജയിപ്പിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം ബോധമുള്ളവരാണ്. അവർക്ക് BJPയുടെ തനി സ്വരൂപം അവർ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ അവർ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടയും ചെയ്യാനാകില്ല. ഞങ്ങൾക്കും അത് തന്നെയാണ് ഗോപാലകൃഷ്ണനോട് പറയാനുള്ളത്. BJPക്ക് കേരളത്തിൽ ഒരു മണ്ണാങ്കട്ടയും ചെയ്യാനാകില്ല. ഇവിടെ BJPക്ക് ജയിക്കാനാകില്ല. ഞങ്ങൾ അഹങ്കാരം പറയുന്നതല്ല, അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇല്ല. ശരി, ഏതായാലും ശ്രീ ബി ഗോപാലകൃഷ്ണൻ അതിന് മറുപടി പറയട്ടെ. ഒരു ചെറിയ ഇടവേള ഞാൻ എടുക്കുന്ന ഇടവേളയ്ക്ക് ശേഷം ശ്രീ ബി ഗോപാലകൃഷ്ണനിലേക്ക് വരും. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒന്നും BJPക്ക് അനുകൂലമല്ല എന്ന അഭിപ്രായം 2 പേർക്കുമുണ്ട്, അല്ല 3 പേർക്കുമുണ്ട്. 2 അക്ക സംഖ്യയുടെ കാര്യത്തിൽ താങ്കൾ നടത്തിയ പരാമർശങ്ങൾ തുടക്കത്തിലെ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നൊരു നിരീക്ഷണവും ഉണ്ടായി. അതിലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഹിന്ദി അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഇന്നത്തെ മനോരമ പത്രവും മാതൃഭൂമി പത്രവും വായിച്ചാൽ വളരെ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അത് വായിക്കാത്തതിൻ്റെയും ഹിന്ദി അറിയാത്തതിൻ്റെയും കുഴപ്പമാണ്, അതെൻ്റെ കുഴപ്പമല്ല. എന്തായാലും ചാമക്കാലയുടെ ആ ഒരു വാദം ഉണ്ടല്ലോ, അത് ഞാനങ്ങ് ഏറ്റെടുക്കുകയാണ്. അതിപ്പോൾ തൽക്കാലം 1000 രൂപ അല്ലെങ്കിൽ പൈസ വെച്ചിട്ടുള്ള വാദമൊന്നും വേണ്ട. നമുക്ക് നല്ല ഉഴുന്നുവടയ്ക്ക് വാദം വെക്കാം. കാരണം ഉഴുന്നുവടയും ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തമ്മിൽ നല്ല ബന്ധമാണല്ലോ. കാരണം മസാല ദോശയുടെ കൂടെ സൗജന്യമായി കിട്ടുന്ന ഉഴുന്നുവടയാണ് മുരളീധരൻ എന്ന് പറഞ്ഞത് BJPക്കാരോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരോ അല്ല. അത് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് ഉണ്ണിത്താനാണ്. അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, എന്താ പറഞ്ഞത്? സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അദ്ദേഹം സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. നമ്മൾ ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ ഉഴുന്നുവടയുടെ പേരിൽ തന്നെ ആവാം. പിന്നെ ഉണ്ണിത്താൻ പറഞ്ഞു, ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക. ഉണ്ണിത്താൻ പറഞ്ഞു, ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, പേര് ഞാൻ പറയുന്നില്ല, കരുണാകരൻ്റെ മകനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിൽ വാത്സ്യായനൻ തോറ്റുപോകുന്ന പറഞ്ഞ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. സാംസ്കാരികമായി പ്രതികരിക്കാൻ നല്ല തയ്യാറെടുപ്പുള്ള ആളുകളാണ് ഇവിടുത്തെ അമ്മമാരും പെങ്ങമ്മമാരും. അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ അത് മനസ്സിലാക്കും, അത് ആ രീതിയിൽ തന്നെ പ്രതികരിക്കും. നിങ്ങളുടെ വാദവുമായി ചേരുന്നു. ഒപ്പം നിങ്ങളോട് വേറൊരു വാദം കൂടി ഞാൻ വെക്കുന്നു. എന്തൊരു കഷ്ടമാണ്. എങ്ങനെ ഗോപി, അത് ശരിയല്ല. നീ പറഞ്ഞോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇത് ശരിയല്ല ചാമക്കാല, ഞാൻ മിണ്ടിയില്ലല്ലോ നിങ്ങൾ സംസാരിക്കുമ്പോൾ. അപ്പൊ ഒരു സാമാന്യ മര്യാദ കാണിക്കുക, അതല്ലേ നല്ലത്. മാത്രമല്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ നമ്മൾ പ്രചാരണത്തിലേക്ക് കടക്കരുതെന്നുള്ളത് അതും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശരി, ഞാൻ ഒന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കൽ ഒരു മിനിറ്റ്, അദ്ദേഹം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കംപ്ലീറ്റ്. ഞാനൊന്ന് സംസാരിക്കട്ടെ. മിസ്റ്റർ, കുറെ നേരമായല്ലോ നിങ്ങൾ സംസാരിക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇടപെട്ടു. ഞാനത് ഇടപെട്ടു ശ്രീ ജ്യോതികുമാർ ചാമക്കൽ. അദ്ദേഹം പറയട്ടെ. കംപ്ലീറ്റ് അല്ല, ഒരു മിനിറ്റ് സംസാരിച്ചു. പറയൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, പറയൂ. നിങ്ങൾ എന്റെ ചാമക്കാലം ഒന്ന് അടങ്ങ്. പിന്നെ അദ്ദേഹം വാദം വെച്ചപ്പോൾ ആദ്യം സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞത് ഞാനല്ല, സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞത് സുരേഷ് ഗോപിനാ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം നിങ്ങൾ കേൾക്കണം. ഞാൻ വാദം വെക്കുകയാണ് സുരേഷ് ഗോപി തോക്കില്ല എന്ന്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾ എന്നോട് റിപ്ലൈ ചെയ്തോളൂ.
അത് സത്യമാണ്. സുരേഷ് ഗോപി തോക്കില്ല. ഒരു സ്ഥാനാർത്ഥി അത് നിങ്ങൾ പറഞ്ഞത് സുരേഷ് ഗോപി തോക്കില്ല എന്ന് ഞാൻ വാദം വെക്കാന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്തൊരു കഷ്ടമാണ് നോക്കിയത്. മനുഷ്യനൊന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാല് കഷ്ടം അത്. ഒന്ന് അടങ്ങ് സാർ, ഞങ്ങളൊന്ന് പറയട്ടെ. നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, എന്താ ഇങ്ങനെ? രണ്ടാമത്തെ കാര്യം, മിസ്റ്റർ സമ്പത്ത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെന്ന്. സമ്പത്തെ, ഈ അഭിമന്യു മനുഷ്യനായിരുന്നില്ലേ? അല്ലേ? സിദ്ധാർത്ഥ് മനുഷ്യനായിരുന്നില്ലേ? ഇപ്പൊ ആത്മഹത്യ ചെയ്യപ്പെട്ട നിങ്ങളുടെ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ച് ആത്മഹത്യ ചെയ്ത ആ ഷാജി ഉണ്ടല്ലോ, ക്രൂരമായി മർദ്ദിച്ച് ആ ഷാജി, അദ്ദേഹവും മനുഷ്യനല്ലേ? നിങ്ങൾ പറയും ബൽക്കിസ് ബാനുവിന്റെ ഗുജറാത്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു സ്ത്രീയോട് നികൃഷ്ടമായി പെരുമാറിയ ആർഷോ എന്ന നിങ്ങളുടെ കുഞ്ഞ് ആ പൈതലുണ്ടല്ലോ, അവന് മുലപ്പാല് കൊടുത്തിങ്ങനെ താലോലിച്ച് പോലീസ് കൊണ്ടുപോയപ്പം എന്തേ സമ്പത്തെ സ്ത്രീകളുടെ കാര്യം മറന്നുപോയോ? സ്ത്രീകളുടെ കാര്യം നിങ്ങൾ മറന്നുപോയോ? ഇപ്പം നിങ്ങൾക്ക് ആകെ പറയാൻ ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണ്. ഞാൻ വെല്ലുവിളിക്കാൻ നിങ്ങളോട്, വാദത്തിന് വന്നോ? ഭരണഘടനാ പ്രകാരം 19A കാര്യത്തിലാണ് പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നവനും ഇലക്ട്രൽ ബോണ്ട് മേടിക്കുന്നവനും കൃത്യമായി ടാക്സ് അടക്കണം. പിന്നെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടാ. നിങ്ങൾക്ക് കൈതോലപ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞ് വണ്ടിയുടെ ഡിക്കിൽ വെച്ച് കൊണ്ടുപോകുന്ന മാസപ്പടി വീരന്മാരാ നിങ്ങൾ. പിന്നെ നിങ്ങൾ പൈസ മേടിച്ചില്ലെന്ന് പറയല്ലേ? 25 കോടി മേടിച്ചിട്ടുണ്ട് നിങ്ങൾ DMKയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ആ വർത്തമാനമൊന്നും പറയണ്ട. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. വേറൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. കാരണം നമ്മുടെ ചെക്കുട്ടി പറഞ്ഞു, എന്ത് ഗ്യാരണ്ടിയാണ് മോദി കഴിഞ്ഞ 10 വർഷം ഗ്യാരണ്ടി? ചെക്കുട്ടി, കൊറോണ വാക്സിൻ മോദിയുടെ ഗ്യാരണ്ടിയാ. ഒന്നും കിട്ടിയില്ലേ ചെക്കുട്ടിക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? സൗജന്യമായി ചെക്കുട്ടിക്ക് കിട്ടിയില്ലേ? കൊറോണ വാക്സിൻ സൗജന്യമായി ഇല്ലേ? ശരി, ശ്രീ എൻ പി ജയക്കുട്ടി, താങ്കളുടെ സമയമാണ്, താങ്കൾക്ക് മറുപടി പറയാം. അതോടൊപ്പം തന്നെ കേരളത്തിൽ UDF അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് താങ്കൾ നേരത്തെ വിലയിരുത്തി. മാത്രമല്ല, അത് ഒരൊറ്റ സീറ്റ് പോലും BJPക്ക് കേരളത്തിൽ കിട്ടാത്ത തരത്തിൽ ഉള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നും കൂടിയാണോ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അല്ല, അതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ 2019 ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. 2019 നമ്മുടെ ഗോപാലകൃഷ്ണന്റെ പ്രധാനമന്ത്രി തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പുണ്ടായിരുന്ന 5 വർഷത്തെ നേട്ടങ്ങളും അതിൻ്റെ മറ്റെല്ലാ നേട്ടങ്ങളും ഒക്കെ നാട്ടുകാർക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ 2019 തന്നെ ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാരോ പാർലമെൻറ്റിൽ പോകേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പോയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ രണ്ടുപേരും ജയിക്കുമെന്ന് ആളുകൾ പറഞ്ഞത് ആരും ജയിച്ചതായിട്ട് കണ്ടിട്ടില്ല. ആ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റവും കേരളത്തിൽ ഇപ്പം ഉണ്ടായിട്ടില്ല. തീർച്ചയായും BJPയുടെ സ്ഥാനാർത്ഥികൾ EP ജയരാജൻ പറഞ്ഞ മാതിരി നല്ല ചില സ്ഥാനാർത്ഥികളുണ്ട്. തിരുവനന്തപുരത്ത് ഇരിക്കുന്നത് അവർ കേന്ദ്രമന്ത്രിയാണ്, വളരെ സമർത്ഥനായ മന്ത്രിയാണ്. ആന്റിഗിലിരിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ സമർത്ഥന്മാരായിട്ടുള്ള ആളുകളെ അവർ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇത്തവണ പക്ഷേ വോട്ട് അവർക്ക് കിട്ടുമെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലൊരു അസംബ്ലിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് പോരെ പാർലമെന്റിലേക്ക് 10 പേരെ കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് UDF അനുകൂലം എന്ന് ചോദിച്ചാൽ UDF എതിരായിട്ട് വരേണ്ടത് കേരളത്തിലെ LDF ആണ്, BJP അല്ല. BJPക്ക് കേരളത്തിലെ LDF UDF തോൽപ്പിക്കാനുള്ള ശേഷി ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം LDF രാഷ്ട്രീയം, LDF പെർഫോമൻസ്, LDF ഭരണത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതെല്ലാം കൺമുമ്പിലുള്ള കാലത്ത് കേരളത്തിലെ ജനങ്ങളെ വോട്ട് കുത്തുമ്പോൾ ഈ അക്രമത്തിന് അനുകൂലമായിട്ട് വോട്ട് കുത്തും എന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF അനുകൂലമായിട്ട് ഒരു പൊതു അന്തരീക്ഷമുണ്ട് എന്ന് ഞാൻ. ശരി, ആ പൊതു അന്തരീക്ഷമാണോ ഉള്ളത്? അല്ലെങ്കിൽ വരുന്ന പ്രചാരണ ദിവസങ്ങളിൽ ചൂടുപിടിക്കാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്താണ്? വോട്ടർ അവരുടെ മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ടില്ല. 40 നാൾ അകലെയാണ് കേരളം ഇനി ബൂത്തിലേക്ക് കടക്കാൻ പോകുന്നത്. 41ാം ദിനത്തിൽ വിധിയെഴുത്തുണ്ടാകും. കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് പാർലമെന്റിൽ എത്തുക എന്ന് നമുക്ക് അന്നാണ് അറിയാൻ കഴിയുക. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ എന്താണ്, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് ഇഴകീറി പരിശോധിക്കാം വരും ദിവസങ്ങളിൽ. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം ന്യൂസ് സൂപ്പർ ഫാസ്റ്റുമായി പ്രവീത ലക്ഷ്മി ചേരും പ്രേക്ഷകർക്കൊപ്പം ഉടൻ. ഗുഡ് നൈറ്റ്.